അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന കാസർഗോഡിന്റെ പോരാട്ട മണ്ണിൽ നിന്നുള്ള റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പതിവിന് വിപരീതമായി ഏറെ ആവേശവും ഏറെ ത്രില്ലും നിറഞ്ഞ ഒരു മത്സരത്തിനാണ് ഇത്തവണ സംസ്ഥാനവും ഒപ്പം ജില്ലയും സാക്ഷിയാവുന്നുള്ളത്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 46 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നുള്ളത്. പല മണ്ഡലങ്ങളിലും ശക്തിയേറിയ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. നമ്മൾ മഞ്ചേശ്വരത്തേക്ക് പോവുകയാണെങ്കിൽ 3 കക്ഷികൾക്കും ഏറെ സ്വാധീനമുള്ള ഏറെ ശക്തിയുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇവിടെ BJPയും LDFും UDFും പൊഴിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നുള്ളത്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയപ്പെടുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇവിടെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രനാണ് മത്സരിക്കുന്നുള്ളത്. നരേന്ദ്രമോദി അടക്കമുള്ള വൻകിട നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലം കൂടിയായിരുന്നു. ജില്ലയിൽ അവരുടെ സാന്നിധ്യത്തിന് ഏറെ പ്രസക്തി ഉണ്ടായിരുന്നു. BJP ഏത് വിധേനയും അക്കൗണ്ട് തുറക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് ഇത്തവണ അവരുടെ സിറ്റിംഗ് MLA UDFിൻ്റെ സിറ്റിംഗ് MLA PB അബ്ദുറസാഖ് തന്നെയാണ് UDFിന് വേണ്ടി ഇത്തവണയും തെരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇത്തവണയും വളരെ ലളിതമായിട്ട് വളരെ ഈസിയായി ജയിക്കുമെന്നാണ് UDFിൻ്റെ കണക്ക് കൂട്ടൽ. പക്ഷേ പതിവിന് വിപരീതമായിട്ട് LDF കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരുന്നുവെങ്കിലും ഇത്തവണ അവർ വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ CH കുഞ്ഞമ്പുവാണ് ഇത്തവണയും LDFിന് വേണ്ടിയിട്ട് ഗോദയിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇത്തവണ LDF വീണ്ടും 2006 അനുസ്മരിപ്പിക്കും വിധം ഒരിക്കൽ കൂടി അട്ടിമറി ജയം നേടുമെന്നാണ് LDFിൻ്റെ കണക്ക് കൂട്ടൽ. എന്തുതന്നെയായാലും ഏറെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ണാണ് തുളുനാട്, അതായത് മഞ്ചേശ്വരത്തിൻ്റെ മണ്ണിൽ ഭാഷകളുടെ ഏറെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ 3 സ്ഥാനാർത്ഥികളും നന്നായിട്ട് തുളു അടക്കം പല 7 ഭാഷകളോളം കൈകാര്യം ചെയ്യുന്ന സ്ഥാനാർത്ഥികളെയാണ് 3 പേരും രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇത്തവണ ജയിക്കുമെന്ന് ഓരോ സ്ഥാനാർത്ഥികളും ഉറപ്പിച്ച് പറയുമ്പോൾ മഞ്ചേശ്വരത്ത് എന്ത് സംഭവിക്കുമെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നുള്ളത്. നമ്മൾ കാസർഗോട്ടേക്ക് വരികയാണെങ്കിൽ കാസർഗോട്ടും ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നുള്ളത്. സിറ്റിംഗ് MLA ആയിട്ടുള്ള UDFിലെ NA നെല്ലിക്കുന്നിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാർ. ആത്മീയ രംഗത്ത് നിലനിൽക്കുന്ന ഒരു സാന്നിധ്യമായതുകൊണ്ട് തന്നെ ഇത്തവണ വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് രവീശ തന്ത്രി കുണ്ടാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ NDA തെളിയിച്ചിരിക്കുന്നുള്ളത്. BJP വോട്ടുകൾക്കപ്പുറം മറ്റു പല ഘടകങ്ങളിൽ നിന്നും, അതായത് ആത്മീയ സാന്നിധ്യം എന്നതുകൊണ്ട് തന്നെ പല വോട്ടുകളും BJP പെട്ടിയിലേക്ക് വീഴുമെന്നാണ് രവീശ് തന്ത്രി കുണ്ടാർ അടക്കമുള്ള BJPയുടെ കണക്ക് കൂട്ടൽ. ഇവരെ എതിരിടുന്നത് നേരത്തെ തന്നെ INLന് മാറ്റിവെച്ച LDF INLന് വേണ്ടി മാറ്റിവെച്ച ഒരു സീറ്റായിരുന്നു കാസർഗോഡ്. തങ്ങൾക്ക് ഈ സീറ്റ് ആവശ്യമില്ലെന്നും ഇവിടെ മത്സരിക്കില്ലെന്നും INL വ്യക്തമാക്കിയിരുന്നുവെങ്കിലും അവസാന നിമിഷം അവരുടെ സംസ്ഥാന നേതൃത്വവുമായി LDFിൻ്റെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തതിനൊടുവിൽ INL തന്നെ ഈ സീറ്റ് ഏറ്റെടുക്കുകയായിരുന്നു. INLന് വേണ്ടി അവരുടെ നേരത്തെ സംസ്ഥാന ട്രഷറർ പദവിയൊക്കെ അലങ്കരിച്ചിരുന്ന അവരുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് ഡോക്ടർ AA അമീനാണ് ഇത്തവണ കാസർഗോഡ് INLന് വേണ്ടിയിട്ട് മത്സരിക്കുന്നുള്ളത്. ഇത്തവണ തങ്ങൾ തോൽക്കാൻ വേണ്ടിയിട്ടല്ല, 3ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, ഇത്തവണ ജയിക്കാൻ വേണ്ടിയിട്ടാണ് കാസർഗോഡ് മത്സരിക്കുന്നതെന്നും പല ഘടകങ്ങളും UDFിൻ്റെ പ്രതിനിധികൾ കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം കാലമായി കാസർഗോഡ് UDFിൻ്റെ പ്രതിനിധികൾ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ പല യുവ വോട്ടുകളും പല ഘടകങ്ങളും തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നും ഇത്തവണ LDF ജയിക്കുമെന്നുമാണ് LDFിൻ്റെ കണക്കുകൂട്ടലുള്ളത്. ഒപ്പം തന്നെ UDFിൻ്റെ കേന്ദ്രങ്ങൾ ഏറെ ശുഭപ്രതീക്ഷയിലാണ്. 9000-ഓളം വോട്ടുകൾക്ക് തങ്ങൾ ജയിക്കുമെന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. പുതിയ വോട്ടർമാരിൽ ഏറെയും തങ്ങളോടൊപ്പം നിൽക്കുകയാണെന്നും പുതിയ വോട്ടർമാരുടെ സ്വാധീനവും തങ്ങളോടൊപ്പമാണെന്ന് UDF പറയുകയും അവർ കണക്കൂട്ടുകയും ചെയ്യുന്നു. എന്തായാലും കാസർഗോഡും മഞ്ചേശ്വരത്തെ പോലെ തന്നെ ഏറെ ത്രികോണ മത്സരത്തിലേറെ ത്രില്ലും വാശിയും നിറഞ്ഞൊരു മത്സരത്തിനാണ് കാസർഗോഡും സാക്ഷിയാവുന്നത്. നമ്മൾ ഉദുമയിലേക്ക് പോകുമ്പോൾ ഉദുമയിലും പതിവിന് വിപരീതമായിട്ട് നല്ലൊരു മത്സരം തന്നെയാണ് കാണാൻ സാധിക്കുന്നുള്ളത്. അവിടെ LDF ആണ് 1987 അവരുടെ KP കുഞ്ഞിക്കണ്ണൻ ഒരു അട്ടിമറി ജയത്തിലൂടെ UDFിന് ആ സീറ്റ് നേടിക്കൊടുത്തിരുന്നുവെങ്കിലും പിന്നീട് ഒരിക്കലും അവിടെ മറ്റൊരു കക്ഷിക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. LDF കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഉദുമയിൽ കഴിഞ്ഞ തവണ ജയിച്ച LDFിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് CPMൻ്റെ നേതാവ് K. കുഞ്ഞിരാമൻ തന്നെയാണ് ഇത്തവണയും ഉദുമയിൽ മത്സരത്തിനിറങ്ങുന്നത്. പക്ഷേ UDF അവരുടെ പ്രമുഖനായിട്ടുള്ള KPCCയുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് K. സുധാകരനെ രംഗത്തിറക്കിയതോടെ ഉദുമയിൽ ഏറെ വീറും വാശിയും കൈവന്നിരിക്കുന്നു. ഇത്തവണ ഉദുമ തിരിച്ചു പിടിക്കുമെന്നാണ് K.
സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ UDF കേന്ദ്രങ്ങൾ പറയുന്നുള്ളത് കള്ളവോട്ടുകൾ തടയുകയാണെങ്കിൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് കെ സുധാകരനും അതുപോലെ UDF കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ BJP ഏറെ വളർന്നിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഉദുമ മണ്ഡലത്തിൽ ബേഡകം പോലുള്ള സ്ഥലങ്ങളിൽ പോലും BJPക്ക് വളർച്ചയുണ്ട് എന്നും ഇത്തവണ BJP നിർണായക സ്വാധീനമായി മാറുമെന്നും BJP അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഏറെ തിളക്കമുള്ള നേതാവ് കൂടിയായിട്ടുള്ള കെ ശ്രീകാന്തിനെയാണ് ഇത്തവണ BJP രംഗത്തിറക്കി എന്നുള്ളത്. അതുകൊണ്ട് BJPയും ശക്തമായ സാന്നിധ്യമായി മാറുമ്പോൾ ശക്തമായിട്ടുള്ളൊരു ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ ഉദുമയും സാക്ഷിയാവുന്നത്. നമ്മൾ കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയാണെങ്കിൽ LDFന്റെ ഉരുക്കുകോട്ട എന്ന് അവകാശപ്പെടുന്ന മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. അവിടെ LDF അവരുടെ CPIക്ക് വേണ്ടിയാണ് ഈ സീറ്റ് മാറ്റിവെച്ചിട്ടുള്ളത്. അവരുടെ സിറ്റിംഗ് MLA E ചന്ദ്രശേഖരൻ, അവരുടെ CPIയുടെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് E ചന്ദ്രശേഖരനാണ് ഇത്തവണയും മത്സരിക്കുന്നുള്ളത്. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കുമെന്ന് E ചന്ദ്രശേഖരനുമൊപ്പം ഇടത് കേന്ദ്രങ്ങളും കണക്ക് കൂട്ടുമ്പോൾ KPCC നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള P ഗംഗാധരൻ നായരുടെ മകൾ ധന്യ സുരേഷാണ് ഇപ്പോൾ അവിടെ UDFന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ടുള്ളത്. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് UDF അവകാശപ്പെടുകയാണ്. ഇവിടെ NDA, അതായത് ഇത്തവണ മൂന്നാം മുന്നണി എന്ന് അവകാശപ്പെടുന്ന NDA അവർ ഈ സീറ്റ് BJP ഈ സീറ്റ് മാറ്റിവെച്ചിട്ടുള്ളത് പുതിയ കക്ഷിയായിട്ട് അവരോടൊപ്പം ചേർന്നിട്ടുള്ള BDJSനാണ്. വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് വേണ്ടിയാണ്. വെള്ളാപ്പള്ളിയുടെ പാർട്ടിയിലെ പ്രതിനിധിയായിട്ട് MP രാഘവൻ എന്ന യുവ നേതാവാണ് ഇത്തവണ മത്സരിക്കുന്നുള്ളത്. ശക്തമായ സാന്നിധ്യമാവാൻ, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യമാവാൻ തങ്ങൾക്ക് കഴിയുമെന്ന് NDA അവകാശപ്പെടുന്നുണ്ട്. നമ്മൾ തൊട്ടപ്പുറത്ത് തൃക്കരിപ്പൂരിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിലെ ചുവന്ന മണ്ണ് എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നുള്ളത്. ഈ ചുവന്ന മണ്ണിൽ നിന്ന് ഒരിക്കൽ കൂടി തങ്ങൾ കേരള നിയമസഭയിലേക്ക് ജയിച്ചു വരുമെന്ന് പറയുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള പല സ്ഥാനാർത്ഥികളും തൃക്കരിപ്പൂരിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. EK നായനാർ അടക്കമുള്ളവർ തൃക്കരിപ്പൂരിൽ നിന്ന് ജയിച്ചു വന്ന സ്ഥാനാർത്ഥികളാണ്. ഇത്തവണ അവരുടെ നേരത്തെ കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയായിരുന്ന M രാജഗോപാലിനെയാണ് ഇത്തവണ LDF രംഗത്തിറക്കിയിട്ടുള്ളത്. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിക്കുമെന്ന് അവർ പറയുമ്പോൾ പക്ഷേ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം UDF നടത്തുകയാണ്. KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദുമയിൽ അട്ടിമറി സൃഷ്ടിച്ച KP കുഞ്ഞിക്കണ്ണനാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ജനവിധി തേടുന്നുള്ളത്. ഒപ്പം BJP പരീക്ഷിക്കുന്നുള്ളത് M ഭാസ്കരനെയാണ്. അവരുടെ ആ മേഖലയിലെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. എന്ത് തന്നെയായാലും ഇത്തവണ ഓരോ മണ്ഡലവും ഏറെ വാശിയേറിയ ഒരു മത്സരത്തിനാണ് ഇപ്പോൾ 5 മണ്ഡലങ്ങളിലും ജില്ല സാക്ഷിയാവുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ ജാഗ്രതയോടെയാണ് പോലീസും മറ്റ് സേനകളും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുള്ളത്. 8 കേന്ദ്ര സേനയാണ് രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. എന്തുതന്നെയായാലും പൊരിഞ്ഞ പോരാട്ടങ്ങൾക്ക് സാക്ഷിയാവാൻ കാസർഗോഡ് ഒരുങ്ങിക്കഴിഞ്ഞു. മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഗണേഷ് ബൈക്കിയോടും മോഹിത് മാണിമൂലിയോടും ഒപ്പം എബി കുട്ടിയാനും, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.